സെക്ഷനുകളിലും നിങ്ങൾ ഇതിന്റെ ബാക്കിയാണ് നെക്സ്റ്റ് സെമ്മിൽ റിയൽ പഠിക്കുന്നതിന്റെ ബാക്കിയാണ്. പഠിക്കുന്ന എല്ലാ സെക്ഷനുകളിലും നിങ്ങൾ പഠിക്കുന്നത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫങ്ഷൻസ് അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. നിങ്ങൾ ഏതൊരു എക്സാംസിന് പോയെന്ന് പറഞ്ഞാലും ഈ റിയൽ എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സ്റ്റഡി കെയർഫുൾ. അപ്പം ലിമിറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞ നമുക്ക് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് പിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിന്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എയും ബിയും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ അകത്തെ ഒരു പോയിന്റ് ആണ് സി. ഓക്കെ, നമ്മൾ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മളപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റ് എയ്ക്കകത്തെ പോയിന്റ് സിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം എക്സുകൾക്കെല്ലാം ഇമേജസ് ഉണ്ട്, എഫ് ഓഫ് എക്സുകൾ. ഈ എഫ് ഓഫ് എക്സ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് അടുക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ഒരു പർട്ടിക്കുലർ യുണീക് നമ്പറിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് സി എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് ഉണ്ടെന്ന് പറയാം. ദിസ് ഈസ് ദ ജനറൽ ഐഡിയ. ഇതിന്റെ റെലവൻസ് എന്താണ്? ഈ ലിമിറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂവിറ്റി പറയുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി പറയുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രബിലിറ്റിയും പറയുന്നത്. സോ ലിമിറ്റ് കൺസെപ്റ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അനാലിസിസ് ഓർ കാൽക്കുലസ്. ഓക്കെ, റിയൽ അനാലിസിസിന്റെയും ഇൻ ജനറൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെയും ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്ന ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഗ്രാഫിക്കലി ഞാൻ ചുമ്മാ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷന്റെ ഗ്രാഫ് എടുത്തു. ഇതാണ് ആ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇതാണ് എന്റെ സി. സോ ഇത് ആൻഡ് y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ റിയൽ ഫംഗ്ഷൻ ആണ്. സോ വിച്ച് മീൻസ് ഞാൻ എക്സ് ഈ ആക്സിസിൽ ഏത് പോയിന്റ് എടുത്തെന്ന് പറഞ്ഞാലും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോയിന്റ് എടുത്താൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സുകളാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സ് വൈ എന്നുള്ളത്. അപ്പൊ ഇത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി എഫ് ഓഫ് സി എന്നുള്ള പോയിന്റ് ആണ് ഇത്. എന്ന് വെച്ചാൽ എക്സ് സി ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. നമ്മൾ എക്സ് സിയിലോട്ട് അടുക്കുന്നു. എക്സ് സിയിലോട്ട് അടുക്കുക എന്ന് വെച്ചാൽ there are two possibility. ലെഫ്റ്റ് സൈഡിൽ കൂടെ അടുക്കാം, റൈറ്റ് സൈഡിൽ കൂടെ അടുക്കാം. ഓക്കെ, സിയിലോട്ട് അടുക്കുക എന്ന് വെച്ചാൽ സിയുടെ ചുറ്റുപാടുമുള്ള പോയിന്റ്സ്, സിയുടെ നെയ്ബർഹുഡ് എന്ന് പറയും. ഈ സിയുടെ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ആ എഫ് വാല്യൂസ് നമ്മൾ എന്ത് പറയുന്ന എഫ് ഓഫ് സി എന്ന് പറയുന്ന വാല്യൂ, ഇവിടെ എഫ് ഓഫ് സി എന്നാണ് നമ്മൾ എടുക്കുന്നത്. ചിലപ്പോൾ നമുക്ക് എൽ എന്ന് വേണേൽ കൊടുക്കും. ഈ എല്ലിന്റെ അടുത്താണ് ഈ സിയുടെ അടുത്തുള്ള എല്ലാ പോയിന്റ്സിന്റെയും ഇമേജസ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ എന്തുണ്ട്? ലിമിറ്റ് ഉണ്ടെന്ന് പറയാം. ഞാൻ വേറൊരു എക്സാമ്പിൾ ഗ്രാഫായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എന്റെ ഗ്രാഫ് എന്ന് സങ്കല്പിക്കും. ഇതാണ് എന്റെ പോയിന്റ് സി. അപ്പൊ ഞാൻ സിയുടെ അടുത്തുള്ള പോയിന്റ്സ് എടുത്തു, സിയുടെ നെയ്ബർഹുഡ് എടുത്തു. ഓക്കെ, ഇപ്പൊ സിയുടെ ലെഫ്റ്റ് നെയ്ബർഹുഡ് എടുക്കുമ്പോൾ ആ നെയ്ബർഹുഡിലുള്ള ഫംഗ്ഷന്റെ വാല്യൂസ് എല്ലാം ഈ പോയിന്റിനോട് അടുത്താണ്. ഓക്കെ, സിയുടെ റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ അതിന്റെ സിയുടെ അടുത്തുള്ള പോയിന്റ്സുകളുടെ എല്ലാ ഇമേജ് ഈ പോയിന്റ്സും അടുത്ത്. ഇത് രണ്ടും സെയിം അല്ല. ഓക്കെ, ഇത് രണ്ടും രണ്ടടുത്തുള്ള പോയിന്റ്. ചിലപ്പോൾ ഇത് 1 ആണ്, ഇത് 2 ആണെന്നുണ്ടെങ്കിൽ y ആക്സിസിൽ. അപ്പൊ സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ്സ് എല്ലാം 1ന്റെ അടുത്താണ്, സിയുടെ റൈറ്റ് സൈഡിലുള്ള പോയിന്റ്സ് എല്ലാം 2ന്റെ അടുത്താണ്. എന്ന് വെച്ചാൽ സിയുടെ നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിന്റും എടുക്കുമ്പോൾ ആ പോയിന്റ്സിന്റെ എല്ലാം ഇമേജസ് ഒരൊറ്റ പോയിന്റിന്റെ അടുത്തല്ല വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു യുണീക് പോയിന്റിന്റെ അടുത്താണെങ്കിൽ മാത്രമേ നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യൂ എന്ന് പറയും. ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഓർ ഫണ്ടമെന്റൽ ഐഡിയ റിഗാർഡിംഗ് ദ ലിമിറ്റ്സ്. ഓക്കെ, അപ്പൊ ലിമിറ്റ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടല്ല വരച്ചിരിക്കുന്നത്. ഇവിടം വരെ വരച്ചു, പിന്നീട് ഒരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് ശേഷമാണ് അടുത്ത് പറയുന്നത്. സോ ഡിസ്കണ്ടിന്യൂസ് ആയ ഫംഗ്ഷൻസിന് എന്തുണ്ടാകാൻ സാധ്യത കുറവാണ്? ലിമിറ്റ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പൊ നമ്മള് ബേസിക് ഐഡിയ ഈസ്, നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈസ് ആൻ ഇൻട്രോഡക്ടറി ടെർമിനോളജി ഓർ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് the general calculus or continuity or differentiability or other concept which we are going to study further. ഇതാണ് ലിമിറ്റിനെ കുറിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. I'll give you 1 minute. അല്ലെങ്കിൽ ഡൗട്ട്സ് ഇല്ലെങ്കിൽ മനസ്സിലായോ എന്ന് പറയുകയാണെങ്കിൽ I can proceed.
മൂന്നത്തെ ക്ലാസ് ഒന്നുണ്ട്. Do you have any doubts? Do you have any doubts? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പേര് വിളിച്ച് ചോദിക്കണോ നിങ്ങളോട്? ഓക്കെ, ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ്, നമ്മൾ ലിമിറ്റ് പഠിക്കുന്നതിന് മുമ്പ് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ക്ലസ്റ്റർ പോയിന്റ്. ചില പുസ്തകത്തിൽ ഇതിനെ ലിമിറ്റ് പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ക്ലസ്റ്റർ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ഫോർ എ സെറ്റ്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സെറ്റിനാണ് നമ്മൾ ക്ലസ്റ്റർ പോയിന്റ് പറയുന്നത്. ഒരു സി എന്ന് പറയുന്ന പോയിന്റ് എയുടെ ക്ലസ്റ്റർ പോയിന്റ്, എ എന്ന് പറയുന്ന സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ് സി എന്ന് പറയണമെങ്കിൽ ദ ഓൺലി തിങ് ഈസ് സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്തെന്ന് പറഞ്ഞാലും ആ നെയ്ബർഹുഡിന്റെ അകത്ത് എയുടെ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം അതർ ദാൻ സി. സോ നെയ്ബർഹുഡ് എന്ന് വെച്ചാൽ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ആകുമ്പോൾ, ഓക്കെ, ഈ നെയ്ബർഹുഡ് എടുത്തെന്ന് പറഞ്ഞാൽ ആ നെയ്ബർഹുഡിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് 1 എക്സ് എങ്കിലും എവിടത്തെ ഉണ്ടായിരിക്കണം, എക്കകത്തെ ഉണ്ടായിരിക്കണം, വേർ എക്സ് നോട്ട് ഈക്വൽ ടു സി. ഓക്കെ, അതെങ്കിൽ നമ്മൾ ഇതിന് നെയ്ബർഹുഡ് എന്ന് വെച്ചാൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഈസ് സി മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് എപ്സിലോൺ, അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു ഇതിനെ സി മൈനസ് എപ്സിലോൺ സി പ്ലസ് എപ്സിലോൺ where x not equal to c and x belongs to a. പറഞ്ഞത് ഒരു പോയിന്റ് ഒരു സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ ഞാൻ ഏതൊരു നെയ്ബർഹുഡ് ഓഫ് സി, സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്തെന്ന് പറഞ്ഞാലും ഇതാണ് സി, സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്തെന്ന് ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് നെയ്ബർഹുഡ് എടുത്താലും ഈ നെയ്ബർഹുഡിന്റെ അകത്ത് എ എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം അതർ ദാൻ സി. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറഞ്ഞ പോയിന്റിനെ എയുടെ ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറയാം. ഇനി എന്തിനാണ് നമ്മൾ ഇങ്ങനെ ക്ലസ്റ്റർ പോയിന്റ് ഡിഫൈൻ ചെയ്യുന്നത്? ഞാൻ ഇവിടെ പറഞ്ഞു, ലിമിറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ we have to consider the set of all points which are approaching to C. സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന പോയിന്റ്സുകളുടെ കളക്ഷൻ ആണ് വേണ്ടത്. ഇവിടെ ക്ലസ്റ്റർ പോയിന്റ് ഡിഫൈൻ ചെയ്തപ്പോൾ ആക്ച്വലി വി ആർ കൺസിഡറിങ് ദോസ് പോയിന്റ്സ് വിച്ച് ആർ നിയറർ ടു സി. സി എന്ന് പറയുന്ന പോയിന്റിന് നിയറർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുന്നത്. സോ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ സിയുടെ നെയ്ബർഹുഡ് ഏതെടുത്തെന്ന് പറഞ്ഞാലും ആ നെയ്ബർഹുഡിന്റെ അകത്ത് എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തെ അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം അതർ ദാൻ സി. ഓക്കെ, ഇപ്പൊ നമ്മള് കുറെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ സെറ്റ് 1 2 3 A is equal to set 1 2 3 എന്നൊരു സെറ്റ് എടുത്തു. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ എടുക്കുകയാണ്. ഇത് 1, ഇത് 2, ഇത് 3. അപ്പൊ നമുക്ക് ചോദ്യം ഇതിന്റെ അകത്ത് ഏതെങ്കിലും പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ഈ സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം സെറ്റിന്റെ അകത്തെ പോയിന്റ് എടുത്തു 1 ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ 1ന്റെ ഏത് നെയ്ബർഹുഡ് എടുത്തെന്ന് പറഞ്ഞാൽ അവിടെ 1 അല്ലാതെ സെറ്റിന്റെ അകത്തെ മറ്റു പോയിന്റ്സ് കാണും. ഞാൻ 1ന്റെ ഇങ്ങനെ ചെറിയൊരു നെയ്ബർഹുഡ് എടുത്തു. ഈ നെയ്ബർഹുഡിന്റെ അകത്ത് സെറ്റിന്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. 1 അല്ലാതെ വേറെ ഒരു പോയിന്റ് ഇല്ല. സോ 1ന്റെ ഒരു നെയ്ബർഹുഡ് കണ്ടെത്താൻ പറ്റി. ആ നെയ്ബർഹുഡിന്റെ അകത്ത് 1 മാത്രമേ ഉള്ളൂ, സെറ്റിന്റെ അകത്ത് വേറെ ഒന്നുമില്ല. സോ വിച്ച് മീൻസ് 1 ഒരു ക്ലസ്റ്റർ പോയിന്റ് അല്ല. സിമിലർലി 2 എടുത്തു. 2ന്റെ ഇതുപോലെ ചെറിയൊരു നെയ്ബർഹുഡ് എടുത്താൽ ആ നെയ്ബർഹുഡിന്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ, സെറ്റിന്റെ അകത്തെ വേറെ പോയിന്റ്സ് ഒന്നുമില്ല. which means 2 എന്ത് പോയിന്റ് അല്ല, ക്ലസ്റ്റർ പോയിന്റ്. 3യുടെ ഇതുപോലെ ചെറിയ നെയ്ബർഹുഡ് എടുത്തു. നെയ്ബർഹുഡിന്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? സെറ്റിന്റെ അകത്തെ 3 മാത്രമേ ഉള്ളൂ, ബാക്കി 2 പോയിന്റ്സ് ആയ 1ഉം 2ഉം ഇല്ല. സോ 3യും എന്ത് പോയിന്റ് അല്ല, ക്ലസ്റ്റർ പോയിന്റ്. ഇനി വേറൊരു പോയിന്റ് സി എടുക്കുകയാണെങ്കിൽ ആ സിയുടെ ചെറിയ ഇങ്ങനെ ഒരു നെയ്ബർഹുഡ് എടുത്താൽ ആ നെയ്ബർഹുഡിന്റെ അകത്ത് 1ഉം ഇല്ല, 2ഉം ഇല്ല, 3യും ഇല്ല. അപ്പൊ സെറ്റിന്റെ അകത്ത് ഒരു പോയിന്റ് തന്നെ ഇല്ല. which means 1ഉം 2ഉം 3യും
ക്ലസ്റ്റർ പോയിന്റ് അല്ല, അതിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റും എന്തല്ല, ക്ലസ്റ്റർ പോയിന്റ്. സോ വിച്ച് മീൻസ് ഇതിന് എന്തില്ല, ക്ലസ്റ്റർ പോയിന്റ് ഇല്ല. സോ നോ ക്ലസ്റ്റർ പോയിന്റ്. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആണോ? സർ, ഇപ്പൊ ക്ലസ്റ്റർ പോയിന്റ് ഉള്ള ഒരു എക്സാമ്പിൾ പറയൂ. പറയാം. അടുത്ത ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ വീഡിയോയ്ക്കകത്തുണ്ട്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എടുത്തു. ഞാനിപ്പം റാഷണൽ നമ്പേഴ്സിലെ ക്ലസ്റ്റർ പോയിന്റ് എടുത്തു. ഞാൻ സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി റിയൽ നമ്പർ എടുത്തു. സി ബി ആൻ ആർബിട്രറി റിയൽ നമ്പർ. ഓക്കെ, എനിക്കറിയാം ഡെൻസിറ്റി തിയറം അനുസരിച്ച് ഏത് നെയ്ബർഹുഡ് എടുത്താലും ആ നെയ്ബർഹുഡിന്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽസ് ഉണ്ട്, ഇഷ്ടംപോലെ റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ സിയുടെ ഒരു നെയ്ബർഹുഡ് എടുത്തെന്ന് പറഞ്ഞാൽ, ആ നെയ്ബർഹുഡിന്റെ അകത്ത് ഇഷ്ടംപോലെ എന്തുണ്ട്, റാഷണൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സിയുടെ ഏത് ചെറിയ നെയ്ബർഹുഡ് എടുത്താലും ആ നെയ്ബർഹുഡിന്റെ അകത്ത് ഒരുപാട് റാഷണൽസും ഉണ്ട്, ഒരുപാട് ഇറാഷണൽസും ഉണ്ട്. നമ്മുടെ സെറ്റ് റാഷണൽ നമ്പർ ആയതുകൊണ്ട് സിയുടെ നെയ്ബർഹുഡിന്റെ അകത്ത് ഒരുപാട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. സോ വിച്ച് മീൻസ് സി എന്ന് പറഞ്ഞ പോയിന്റ് റാഷണൽ നമ്പേഴ്സിന്റെ എന്താണ്, ക്ലസ്റ്റർ പോയിന്റ്. ഇവിടെ സി എന്നുള്ളത് ആർബിട്രറി ആയിട്ടൊരു റിയൽ നമ്പർ ആയതുകൊണ്ട് സോ എല്ലാ റിയൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സിന്റെ എന്താണ്, ക്ലസ്റ്റർ പോയിന്റ്. അപ്പൊ റാഷണൽ നമ്പേഴ്സിന്റെ ക്ലസ്റ്റർ പോയിന്റ്സ് കൺസിഡർ ചെയ്താൽ അതിനകത്ത് എന്ത് വരും, എല്ലാ റിയൽ നമ്പേഴ്സും വരും. ക്ലിയർ ആണോ? ഓക്കെ, ഈ ഇറാഷണൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലോ, എന്റെ സെറ്റ് ക്യൂ കോംപ്ലിമെന്റ് ആണ് എടുക്കുന്നതെങ്കിലോ, ക്യൂ കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഇറാഷണൽസ്, എല്ലാ റിയൽ നമ്പേഴ്സും ക്ലസ്റ്റർ പോയിന്റ്സ് ആണോ? ചോദിക്കണോ? ഞാൻ ചോദിക്കാമല്ലോ, അതോടെ ചോദിക്കാം. ഫേബ സാബു, ഫേബ, ഇറാഷണൽ നമ്പേഴ്സിന്റെ അകത്ത് സി എന്ന് പറയുന്നത് ആർബിട്രറി പോയിന്റ് ക്ലസ്റ്റർ പോയിന്റ് ആണോ അതിന്റെ? മനസ്സിലായില്ല. ഇതിപ്പോഴാണോ ഫേബ പറയുന്നത്? ഞാൻ ഇത്രയും നേരവും ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഞാൻ ഡിഫൈൻ ചെയ്ത് എത്ര പ്രാവശ്യം നിങ്ങളോട് ഞാൻ ചോദിച്ചു? ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ ഈ പറയുന്നത്? ഓക്കെ, വോയിസ് മ്യൂട്ട് ചെയ്തത്. ഫേബ സിയുടെ ഒരു നെയ്ബർഹുഡ് എടുത്തു. ഓക്കെ, ഇനി ഡെൻസിറ്റി തിയറം എന്നൊരു തിയറം കേട്ടിട്ടുണ്ടോ? എന്താണ് ഡെൻസിറ്റി തിയറം പറയുന്നത്, പറയാമോ? എനിക്ക് അറിയാമോ ഡെൻസിറ്റി തിയറം എന്താണെന്ന്? ഞാൻ ഓർക്കുന്നില്ല, ഫസ്റ്റ് മൊഡ്യൂളിൽ ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ട്. അപ്പോൾ കാര്യം ചെയ്ത് 5 പ്രാവശ്യം അത് എഴുതണം കേട്ടോ. എന്നിട്ട് എനിക്ക് ഒന്ന് വോയിസ് നോട്ട് ആയിട്ട് അയച്ചു തരണം. ഓക്കെ, ഡെൻസിറ്റി തിയറം പറയുന്നത് ഏതൊരു രണ്ട് റിയൽ നമ്പർ എ ആൻഡ് ബി എടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ എങ്കിലും കാണും. ഇത് ഡെൻസിറ്റി തിയറം ഓൺ റാഷണൽസ്. ഇനി ഇറാഷണൽസിന്റെ കേസിൽ ഏത് രണ്ട് റിയൽ നമ്പർ എ ആൻഡ് ബി എടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് ഒരു ഇറാഷണൽ നമ്പർ എങ്കിലും ഉണ്ടായിരിക്കണം. ഡെൻസിറ്റി തിയറം ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഏത് രണ്ട് റിയൽ നമ്പറിന്റെ ഇടയ്ക്കും ഒരു റാഷണൽസും ഉണ്ട്, ഒരു റാഷണൽസും ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ സിയുടെ നെയ്ബർഹുഡ് എടുത്തു. സിയുടെ നെയ്ബർഹുഡ് എന്ന് വെച്ചാൽ എന്താണ്, സി മൈനസ് സം എപ്സിലോൺ സി പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇന്റർവെൽ ആണ് സിയുടെ നെയ്ബർഹുഡ്. ക്ലിയർ ആണോ അത്? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുത്തെ റിയൽ നമ്പർ ചൂസ് ചെയ്യുന്ന നമ്പർ എന്താണ്? എ എന്ന് പറയുന്നത് സി മൈനസ് എപ്സിലോൺ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, സി പ്ലസ് എപ്സിലോൺ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഡെൻസിറ്റി തിയറം അനുസരിച്ച് ഒരു ഇറാഷണൽ നമ്പർ എങ്കിലും ഉണ്ടായിരിക്കണമല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്, വൈ എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ എന്തിന്റെ ഇടയ്ക്കുണ്ട്? സി മൈനസ് എപ്സിലോണിന്റെയും സി പ്ലസ് എപ്സിലോണിന്റെ ഇടയ്ക്കുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഇതൊരു ആർബിട്രറി നെയ്ബർഹുഡ് എടുത്തപ്പോൾ, സിയുടെ ഒരു ആർബിട്രറി നെയ്ബർഹുഡ് എടുത്തപ്പോൾ അവിടെ എന്ത് കിട്ടി? ഒരു ഇറാഷണൽ നമ്പർ എങ്കിലും കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, അതാണ് എന്റെ സെറ്റ്. അപ്പൊ എന്താണ് വേണ്ടത്? സിയുടെ ഒരു ആർബിട്രറി നെയ്ബർഹുഡ് എടുത്തപ്പോൾ അവിടെ സെറ്റിന്റെ അകത്ത് ഒരു പോയിന്റ്സ് എങ്കിലും ഉണ്ട്. ഓക്കെ, ഇതാണ് എന്തിന്റെ ഡെഫിനിഷൻ? ക്ലസ്റ്റർ പോയിന്റിന്റെ ഡെഫിനിഷൻ. ഓക്കെ,
അപ്പൊ സി എന്ന് പറഞ്ഞ ആർബിട്രറി റിയൽ നമ്പർ എടുത്തു. ആ റിയൽ നമ്പറിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അവിടെ എന്തുണ്ട്? എന്റെ സെറ്റായ ഇറാഷണൽ നമ്പേഴ്സിന്റെ ഒരു പോയിന്റ് എങ്കിലും ഉണ്ട്. ഓക്കെ, അപ്പൊ സി എന്ത് പോയിന്റ് ആണ്? ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്റെ ഇറാഷണൽ നമ്പേഴ്സ്. സി എന്ന് പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു റിയൽ നമ്പർ അല്ലേ ചൂസ് ചെയ്തത്. അപ്പൊ ഏത് റിയൽ നമ്പർ ചൂസ് ചെയ്തതിന് സിമിലർ ആർഗ്യുമെന്റ്സ് പറയാൻ സാധിക്കുമല്ലോ. ഓക്കെ, അപ്പൊ എല്ലാ റിയൽ നമ്പേഴ്സും എന്തിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ്? ഇറാഷണൽ നമ്പേഴ്സിന്റെ ക്ലസ്റ്റർ പോയിന്റ്. ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലസ്റ്റർ പോയിന്റ്, അതിന്റെ എക്സാമ്പിൾസ് ചോദിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഇതിനകത്ത് എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണോ? അതല്ല, ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഞാൻ എടുത്തത് ഇറാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ക്യൂ കോംപ്ലിമെന്റ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസ്, നമ്മൾ രണ്ടാമത് പറഞ്ഞ കേസിൽ, ആദ്യത്തെ കേസിൽ ക്യാപിറ്റൽ എ എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. എ ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? ക്യൂ ആണ്. ഞാൻ പറഞ്ഞത് സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് ക്യൂ എടുത്താൽ അത് ഫുൾ റിയൽ നമ്പേഴ്സ് കിട്ടും. ക്ലസ്റ്റർ പോയിന്റ്സിന്റെ കളക്ഷൻ ക്യൂ, റാഷണൽ നമ്പേഴ്സിന്റെ ക്ലസ്റ്റർ പോയിന്റ്സിന്റെ കളക്ഷൻ എടുത്താൽ അത് എന്ത് കിട്ടും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഫുള്ള് കിട്ടും. അതുപോലെ തന്നെ ക്ലസ്റ്റർ പോയിന്റ്സിന്റെ കളക്ഷൻ ഓഫ് ക്യൂ കോംപ്ലിമെന്റ് കിട്ടിയാൽ അത് എന്ത് തന്നെ കിട്ടും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് തന്നെ കിട്ടും. ഇതാണ് പറഞ്ഞത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി പറഞ്ഞോട്ടെ, ബാക്കി പറഞ്ഞോട്ടെ. സർ, ഫൈനൈറ്റ് സെറ്റിന് അതിന്റെ ക്ലസ്റ്റർ പോയിന്റ് ഒന്നും കാണില്ല. ഒരു ഫൈനൈറ്റ് സെറ്റിനും ക്ലസ്റ്റർ പോയിന്റ് ഉണ്ടാവില്ല. ഓക്കെ, റീസൺ വേണോ? വേണം സർ. ഓക്കെ, ഞാൻ ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്തു. A is equal to n elements ഉള്ള ഒരു സെറ്റ് ആണ്. A1, A2, etc. an. ഇതാണ് n elements ഉള്ള ഒരു ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, ഞാൻ എന്റെ കൺവീനിയൻസിന് വേണ്ടി എടുക്കുന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്യാമല്ലോ. A1 ലെസ് ദാൻ, A2 ലെസ് ദാൻ, A3 ലെസ് ദാൻ, എക്സെട്ര. ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഏത് ഫൈനൈറ്റ് സെറ്റിനെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാമല്ലോ. ഏറ്റവും ചെറുത്, പിന്നെ അതിനെക്കാട്ടിലും വലുത്, പിന്നെ അതിനെക്കാട്ടിലും വലുത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ എവിടെ വരെ കേട്ടു? അറേഞ്ച്മെന്റ് ചെയ്യുന്നത് A1 ലെസ് ദാൻ A2. ഓക്കെ, അപ്പം
ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ അറേഞ്ച് ചെയ്യുമ്പോഴേ ഈ A1ന്റെ A2ന്റെ ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റൻസ് സ്പേസ് കാണുമല്ലോ. എനിക്ക് ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റും A1 മാത്രമായിട്ട്. A2 ഇല്ലാത്ത രീതിയിൽ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ സർ സ്ക്രീൻ കാണാൻ സർ സ്ക്രീൻ സ്ക്രീൻ കാണുന്നില്ല. കാണുന്നില്ല. അതെന്റെ ലാപ്ടോപ്പിന്റെ പ്രശ്നമാണ്. ജസ്റ്റ് എ മിനിറ്റ്. നിങ്ങളെങ്ങനെ കൺസിഡർ ചെയ്യാം? എനിക്ക് A1ന്റെയും A2ന്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. സോ A1 മാത്രമായ രീതിയിൽ ചെറിയ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ മോഡുലസ് ഓഫ് A2 മൈനസ് A1 എന്ന് എടുക്കുക. മോഡുലസ് ഓഫ് A2 മൈനസ് A1ന്റെ ഡെഫിനിഷൻ എന്താണ്? മോഡുലസ് ഓഫ് A2 മൈനസ് A1 എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? മോഡുലസ് ഓഫ് A2 മൈനസ് A1 മീനിങ് ചോദിക്കുമല്ലോ, ആരോടെ ചോദിക്കും. മോഡുലസ് ഓഫ് A2 മൈനസ് A1, A1 A2 രണ്ട് റിയൽ നമ്പർ ആണെങ്കിൽ മോഡുലസ് ഓഫ് A2 മൈനസ് A1 എന്ന് വെച്ചാൽ എന്താണ്? സർ A1ഉം A2 തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? യെസ്, അതാണ്. അപ്പൊ A2ഉം A1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഓഫ് A2 മൈനസ് A1. ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ ആയിരിക്കും. ഞാൻ A1 A2 എക്സെട്ര A എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു, which is സർ A. കാണത്തില്ല. Okay, attempt. Hello. Okay. കാണാലോ? കാണാം സർ. Okay, A1 less than A2 less than etc. A എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ അറേഞ്ച് ചെയ്തു, which is A1, which is A2, A3 etc. ഞാൻ മോഡുലസ് ഓഫ് A2 മൈനസ് A1 എന്ന് എടുക്കും. ഇത് ഞാൻ D എന്ന് കൊടുക്കുന്നത് വെച്ചാൽ ഓക്കെ. ഇത് ഞാൻ D/2 എടുക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ, ഞാൻ എന്നിട്ട് എടുക്കുന്നു എന്റെ നെയ്ബർഹുഡ് A1 മൈനസ് D/2, A1 പ്ലസ് D/2 എന്നുള്ള ഇന്റർവൽ എടുക്കും. ക്ലിയർ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഈ A1 A2 തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് D ആണോ? ഓക്കെ, അപ്പൊ അതിന്റെ പകുതിയാണ് എന്ത്? D/2 അല്ലെ? ഈ ഡിസ്റ്റൻസിന്റെ പകുതിയാണ് D/2 അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് D/2. ഓക്കെ, ഇത് A1, ഇത് A2, ഇത് തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് D. ആ ഡിസ്റ്റൻസിന്റെ പകുതിയാണ് D/2. അപ്പൊ A1 പ്ലസ് D/2 എന്ന് വെച്ചാൽ ഈ പോയിന്റ് ആണ് A1 പ്ലസ് D/2. ഇനി A1 മൈനസ് D/2 എന്ന് വെച്ചാൽ ഈ പോയിന്റ് ആണ്. ക്ലിയർ? ഓക്കെ സർ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഈ ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ ഈ ഇന്റർവെലിനകത്ത് A1 മാത്രമല്ലേ ഉള്ളൂ സെറ്റിന്റെ അകത്തെ? A2 ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. A3 ഉണ്ടോ? ഇല്ലല്ലോ. കാരണം A1നെക്കാട്ടിലും വലുതാണ് A2. അപ്പൊ എന്തില്ല? A2 ഇല്ല. കാരണം ഈ ഡിസ്റ്റൻസ് A1 A2 നമ്മൾ ഡിസ്റ്റൻസിന്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ ഈ നെയ്ബർഹുഡ് എടുത്തതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? സെറ്റിന്റെ അകത്ത് A1 മാത്രമേ ഉള്ളൂ. സോ വേറെ എലമെന്റ്സ് ഒന്നുമില്ല. അപ്പോ A1ന്റെ ഒരു നെയ്ബർഹുഡ് എടുത്തപ്പോൾ ആ നെയ്ബർഹുഡിന്റെ അകത്ത് സെറ്റിന്റെ അകത്ത് വേറെ എലമെന്റ്സ് ഒന്നുമില്ല. വിച്ച് മീൻസ് A1 എന്ത് പോയിന്റ് അല്ല? ക്ലസ്റ്റർ പോയിന്റ് അല്ല. ക്ലിയർ? ഓക്കെ, ഈ A2നെ സിമിലർലി എടുക്കാൻ പറ്റുമല്ലോ. ഞാൻ ഇപ്പൊ ഞാൻ ജോമെട്രിക്കലി പറഞ്ഞത്. A2 എടുത്ത A2ന്റെ തൊട്ടടുത്തുള്ള ചെറിയ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താൽ ആ നെയ്ബർഹുഡിനകത്ത് എന്ത്? A2 മാത്രമേ ഉള്ളൂ. സെറ്റിന്റെ അകത്ത് വേറെ എലമെന്റ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ A2 പോയിന്റ്സ് അല്ല, ക്ലസ്റ്റർ പോയിന്റ്. സിമിലർലി A3 എടുത്തു കഴിഞ്ഞാൽ A3യുടെ ചെറിയ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിനകത്ത് എന്തില്ല? A1ഉം ഇല്ല, A2ഉം ഇല്ല, A4ഉം ഇല്ല, ഒന്നുമില്ല. ഓക്കെ, സോ വിച്ച് മീൻസ് A3 എന്ത് പോയിന്റ് അല്ല? ക്ലസ്റ്റർ പോയിന്റ്. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ A1 A2 എക്സെട്ര ഒന്നും എന്ത് പോയിന്റ് അല്ല? ക്ലസ്റ്റർ പോയിന്റ്. ഇനി എനിക്ക് ഇൻഡിവിജ്വൽ പോയിന്റ്സ് എടുത്താൽ എന്താണ്? മുമ്പേ ചെയ്ത പോലെ തന്നെ ആ പോയിന്റ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വിച്ച് മീൻസ് എന്ത് പോയിന്റ്സ്? ഒരു പോയിന്റ് എന്ത് പോയിന്റ് അല്ല? ക്ലസ്റ്റർ പോയിന്റ്. ക്ലിയർ? ഓക്കെ സർ. സംശയമാക്കില്ല ഉണ്ടെങ്കിൽ ചോദിക്കും. സംശയം
മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കെങ്കിലും സംശയമുണ്ടോ? പിന്നീട് ഞാൻ ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയരുത്. സർ അപ്പം ഇപ്പം സെറ്റ് ഓഫ് ഈവൻ ഇന്റിജേഴ്സോ അല്ലെങ്കിൽ ഓഡ് ഇന്റിജേഴ്സോ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ക്ലസ്റ്റർ ഇല്ലാന്ന് പറയാം. ക്ലസ്റ്റർ പോയിന്റ് ഇല്ല. കാരണം ഇത്ര നോക്കിയാൽ മതി. ഒരു സെറ്റിന്റെ അകത്തെ പോയിന്റ്സ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, പോയിന്റ്സ് തമ്മിൽ വളരെ അടുത്തടുത്തല്ല, പോയിന്റ്സ് തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ സെറ്റിന് ക്ലസ്റ്റർ പോയിന്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ 1 ഉം 2 ഉം തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? എന്നിട്ട് ഏത് രണ്ട് പോയിന്റ്സ് എടുത്താൽ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. വിച്ച് മീൻസ് എനിക്ക് ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ ഡിസ്റ്റൻസിന്റെ പകുതി വെച്ച് ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ നെയ്ബർഹുഡിന്റെ അത് സെറ്റിന്റെ അകത്ത് ആ പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. വിച്ച് മീൻസ് ഒന്നും എന്തല്ല ക്ലസ്റ്റർ പോയിന്റ് ഇല്ല. ക്ലിയർ? അപ്പം നമ്മൾ ഈ ഡെസിമൽ പോയിന്റ്സ് ആയിട്ട് മൈന്യൂട്ട് ആയിട്ട് എടുത്താലോ? നമ്മളിങ്ങനെ ഇപ്പൊ ഇതാ 1.0001 അടുത്തത് 1.000001 ഓക്കെ, ഇങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ആ ഡിസ്റ്റൻസിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ആ പോയിന്റ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ചെറിയൊരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. ക്ലിയർ? അപ്പം എന്താ ആ നെയ്ബർഹുഡിന് ആ പോയിന്റ് മാത്രമേ ഉള്ളൂ അല്ലെ, വേറെ പോയിന്റ്സ് ഒന്നും ഇല്ലല്ലോ. സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ, അതായത് നമുക്കൊരു ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ് തരികയാണെങ്കിൽ, കുറെ കളക്ഷൻ ഓഫ് പോയിന്റ്സ് തരികയാണെങ്കിൽ ആ പോയിന്റ്സിനൊന്നും എന്ത് കാണത്തില്ല, ക്ലസ്റ്റർ പോയിന്റ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെറ്റിന്റെ അകത്തെ പോയിന്റ്സ് തമ്മിൽ കുറച്ചെങ്കിലും ഏത് രണ്ട് പോയിന്റ്സ് എടുത്താൽ തമ്മിൽ കുറച്ചെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വിച്ച് മീൻസ് ആ സെറ്റിനകത്ത് എന്ത് കാണില്ല, ക്ലസ്റ്റർ പോയിന്റ് കാണും. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് ഒരു സെറ്റിന് ഒരു പോയിന്റ് ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ ആ പോയിന്റിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ട് ഓർമ്മയുണ്ടോ? റിസൾട്ട് ഓർമ്മയുണ്ടോ? നമ്മളൊരു റിസൾട്ട് പഠിച്ചിരുന്നു, ക്ലിയർ? അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. A number C belongs to R is a cluster point of a subset A of R if and only if there exists a sequence An in A such that limit An is equal to C and An not equal to C for all. Sandra, Michael. Sandra, എന്റെ കൂടെ ചേർന്നത് പറയണേ കേട്ടോ. ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ സന്ധ്യ? ഇല്ല. ഓക്കെ, ഒരു നമ്പർ സി എന്ന് പറയുന്ന നമ്പർ, ഈ വോയിസ് മ്യൂട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ പറയാം. സി എന്ന് പറയുന്ന ഒരു നമ്പർ എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് ഒരു സീക്വൻസ് കണ്ടെത്താൻ സാധിക്കണം. ആ സീക്വൻസ് സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോ ഒരു പോയിന്റ് ഒരു സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ ആ സെറ്റിന്റെ അകത്ത് ഒരു സീക്വൻസ് എങ്കിലും കണ്ടെത്താൻ പറ്റണം സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ എക്കകത്തെ സീക്വൻസുകളുടെ ലിമിറ്റ് പോയിന്റ്സ് ആണ് എയുടെ ക്ലസ്റ്റർ പോയിന്റ്സിന്റെ കളക്ഷൻ. സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സാധ്യത പ്രൂവ് ചെയ്യേണ്ടത്? ഓക്കെ, അതായത് നമ്മളൊരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റിന്റെ അകത്തെ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആ സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ
ആ സെറ്റിന്റെ അകത്ത് സീക്വൻസ് കണ്ടെത്താൻ സാധിക്കണം. ആ സെറ്റിന്റെ അകത്ത് എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് സീക്വൻസ് കണ്ടെത്താൻ സാധിക്കണം. ആ സീക്വൻസ് സി എന്ന പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്കകത്തെ അല്ലെങ്കിൽ ഒരു പോയിന്റ് എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ ആ എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് സീക്വൻസുകൾ ഉണ്ടായിരിക്കണം സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി. അപ്പം എക്കകത്തെ അല്ലെങ്കിൽ എയുടെ എല്ലാ ക്ലസ്റ്റർ പോയിന്റും എക്കകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സീക്വൻസിന്റെ ലിമിറ്റ് ആണ്. സംശയമുണ്ടെങ്കിൽ ചോദിക്കും. സംശയമുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കും. ആർക്ക് ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കും. എന്നാ ബാക്കി പറഞ്ഞോട്ടെ. Shall I proceed? Shall I proceed? Yes, sir. Okay. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആദ്യം എന്താ അസ്യൂം ചെയ്യുക? സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? Which implies എന്താണ്? There exists a sequence n in A such that n converges to C എന്ന് പ്രൂവ് ചെയ്യണം. അതായത് സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ എന്താണ്? ഒരു സീക്വൻസ് കണ്ടെത്തണം. സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ സീക്വൻസ് കണ്ടെത്തണം. ഇനി തിരിച്ച് രണ്ടാമത് എന്ത് പ്രൂവ് ചെയ്യണം? സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എക്കകത്തുണ്ടെങ്കിൽ സി എന്ത് പോയിന്റ് ആയിരിക്കണം? ക്ലസ്റ്റർ പോയിന്റ് ആയിരിക്കണം. ഇത് രണ്ടുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആദ്യം എന്താ അസ്യൂം ചെയ്യുക? സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് C is a cluster point. So by definition എന്താണ്? So by definition, for every epsilon greater than 0, there exists a point x belongs to A and x not equal to C such that modulus of x minus C less than epsilon. അതായത് എനിക്ക് എക്കകത്തെ ഒരു പോയിന്റ് കണ്ടെത്താൻ സാധിക്കും സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്ന ആ പോയിന്റ് സിയുടെ നെയ്ബർഹുഡിൽ ഉണ്ടാവും. ഇതാണ് ക്ലസ്റ്റർ പോയിന്റ് ഡെഫിനിഷൻ. ദിസ് ഈസ് ട്രൂ ഫോർ എവരി എപ്സിലോൺ. എനിക്ക് സീക്വൻസ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1/n എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, എപ്സിലോൺ എന്നോ എല്ലാം കൊടുക്കാം. സോ എപ്സിലോൺ 1 ഈസ് ഈക്വൽ ടു എന്താണ്? 1/1. ഇതൊരു നമ്പറാണ്, പോസിറ്റീവ് നമ്പറാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു x1 അല്ലെങ്കിൽ ഒരു a1 കണ്ടുപിടിക്കാൻ പറ്റും. a1 belongs to A and a1 not equal to C such that a1 belongs to the neighborhood P epsilon 1 of C. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ എപ്സിലോൺ എനിക്ക് സീക്വൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഓരോ നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് വേണം. അപ്പോൾ ഒരു എപ്സിലോൺ എന്ന് പറയുന്ന ഈ എപ്സിലോണിന് പകരം കറസ്പോണ്ടിങ് ആയിട്ട് കുറെ നമ്പേഴ്സ് എടുക്കുന്നു. ആ എപ്സിലോൺ എന്നാണ് നമ്പേഴ്സ് പറയുന്നത്. ആ നമ്പേഴ്സ് 1/n എന്നാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻ ഏത് എപ്സിലോൺ എടുത്താലും ട്രൂ ആകണം. അപ്പൊ എപ്സിലോൺ എന്നിനും ഈ ഡെഫിനിഷൻ ട്രൂ ആകണം. ഞാൻ ആദ്യം എപ്സിലോൺ 1 എടുത്തു.
എപ്സിലോൺ 1 എന്ന് വെച്ചാൽ 1/1 വിച്ച് ഈസ് എ പോസിറ്റീവ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് സി ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ ഈ എപ്സിലോൺ 1 കറസ്പോണ്ടിങ് ആയിട്ട് ഏത് നെയ്ബർഹുഡ് വി എപ്സിലോൺ 1 ഓഫ് സി എന്ന് പറഞ്ഞ നെയ്ബർഹുഡ് എടുത്താൽ ആ നെയ്ബർഹുഡിന്റെ അകത്ത് എ എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ പോയിന്റിനെയാണ് നമ്മൾ A1 എന്ന് പറയുന്നത്. സോ A1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയുണ്ട്? വി എപ്സിലോൺ 1 സി എന്ന് പറഞ്ഞ നെയ്ബർഹുഡിലുണ്ട്. A1 എന്ന് പറയുന്നത് എക്കകത്തെ പോയിന്റ് ആണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ അടുത്തത് എപ്സിലോൺ 2 എടുക്കുകയാണെങ്കിൽ എന്തുണ്ട്? 1/2 വിച്ച് ഈസ് എ പോസിറ്റീവ് നമ്പർ. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? A2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ക്ലസ്റ്റർ പോയിന്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് A2 not equal to C such that A2 belongs to V epsilon 2 of C. Okay. Okay ആണോ? Any doubts? Okay. നിങ്ങളൊന്ന് പറഞ്ഞേ, മനസ്സിലായില്ലെങ്കിൽ ഓക്കെ. ഓക്കെ, എപ്സിലോൺ 3 എടുക്കുകയാണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 1/3 ഉണ്ട് വിച്ച് ഈസ് എ പോസിറ്റീവ് നമ്പർ. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഐ ക്യാൻ ചൂസ് എ നമ്പർ A3 belongs to A such that A3 not element of C and A3 belongs to V epsilon 3 of C. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ എപ്സിലോൺ n is equal to 1/n എന്ന് പറയുന്ന നമ്പർ എടുത്താൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഐ ക്യാൻ ഫൈൻഡ് an an belongs to A and an not equal to C such that an belongs to V epsilon n of C. അപ്പൊ നമ്മളൊരു സീക്വൻസ് കണ്ടുപിടിച്ചു. A എന്ന് പറഞ്ഞൊരു സീക്വൻസ് എക്കകത്തുണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഇനി പ്രൂവ് ചെയ്യേണ്ടത് A എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? സംശയമുണ്ടെങ്കിൽ ചോദിക്കും. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പേര് വിളിച്ച് ചോദിക്കണോ സംശയം ഉണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി an converges to C എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ an belongs to this ആണല്ലോ. സോ an is in belongs to എന്താണ് പറ C മൈനസ് എപ്സിലോൺ n കോമ C പ്ലസ് എപ്സിലോൺ n. ഇതാണ് V എപ്സിലോൺ n എന്ന് പറയുന്നത്. അല്ലെങ്കിൽ C മൈനസ് എപ്സിലോൺ n ലെസ് ദാൻ an ലെസ് ദാൻ C പ്ലസ് എപ്സിലോൺ n. അല്ലെങ്കിൽ മൈനസ് എപ്സിലോൺ n ലെസ് ദാൻ an മൈനസ് C ലെസ് ദാൻ എപ്സിലോൺ n. This is by definition modulus of an minus C less than epsilon. Epsilon n is equal to 1/n which is less than epsilon. Epsilon എന്ന് പറഞ്ഞ ഏത് നമ്പർ എടുത്താൽ that is എന്താണ്? Modulus of an minus C is less than epsilon for all n greater than or equal to some k. കാരണം 1/n less than epsilon ആകുന്നത് after a certain stage ആണ്. So which means this is by definition an converges to C എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സംശയമുണ്ടെങ്കിൽ ചോദിക്കും. സോ ഒരു സീക്വൻസ് കണ്ടെത്തി ആ സീക്വൻസ് സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് കണ്ടെത്തി. ഓക്കെ, you have any doubts? സർ, ഇവിടെ ആദ്യം എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് എടുക്കുന്നില്ലേ, അവിടെ നമുക്ക് എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് എഴുതിയ പോരെ? ആ എ എന്ന് എഴുതിയാൽ സീക്വൻസ് ചെയ്യുമ്പോൾ എന്ന് മാറുന്ന അനുസരിച്ച് A1 A2 എക്സെട്ര എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതിന് നമ്മൾ എ എന്ന് ജനറലി കൊടുക്കുകയാണ്, സീക്വൻസ് കൊടുക്കുകയാണ്. ഓക്കെ, എക്സിന് പകരം എ എന്ന് എഴുതുന്നുള്ളതേ ഉള്ളൂ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ആർഗ്യുമെന്റ് മനസ്സിലായോ? സീക്വൻസ് കൺവേർജസ് ടു സി എന്നുള്ള ആർഗ്യുമെന്റ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. എന്താണ്? സി എന്താണെങ്കിൽ ക്ലസ്റ്റർ പോയിന്റ് ആകണമെങ്കിൽ
there exists a sequence an such that an converges to C. This is the first argument. In second part, so conversely, assume that there exists a sequence an such that an converges to C and an not equal to C. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? We have to prove that C is a cluster point. ഇതാണ് ചെയ്യേണ്ടത്. Okay. Bhavya, an converges to C. The definition ഒന്ന് പറഞ്ഞേ. an converges to C for every epsilon greater than 0. For every epsilon there greater than exists 0. a natural number. K There such that. exists a natural number K such that an minus C Modulus. modulus of an minus C less than epsilon for all n greater than or equal to K. Okay, thank you. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അസ്യൂം ചെയ്തിട്ടുണ്ട് നമ്മൾ എ എന്ന് പറഞ്ഞൊരു സീക്വൻസ് എക്കകത്തുണ്ട് വിച്ച് കൺവേർജസ് ടു സി. സി ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈ ഡെഫിനിഷൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number K such that ഈ സ്റ്റേജിന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സും ന്റെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ വിച്ച് മീൻസ് എന്താണ്? ഞാൻ ഒറ്റ അടിക്കാൻ എഴുതുവാണ്. മൈനസ് എപ്സിലോൺ ലെസ് ദാൻ an minus C less than epsilon. That is, an belongs to C minus epsilon, comma C plus epsilon for all n greater than or equal to K. A എന്നുള്ളത് എക്കകത്തെ പോയിന്റ് അല്ലേ? ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് കെ എന്ന് പറയുന്ന സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ഏന്നുകളും എവിടെയുണ്ട്? സിയുടെ നെയ്ബർഹുഡിന്റെ അകത്തുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ സിയുടെ ഒരു നെയ്ബർഹുഡ് എടുത്തു, ആ നെയ്ബർഹുഡിന്റെ അകത്ത് എക്കകത്തെ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടെങ്കിൽ അതർ ദാൻ സി ഉണ്ടെങ്കിൽ സിയെ ക്ലസ്റ്റർ പോയിന്റ് എന്ന് വിളിക്കാം. ഇവിടെ ഒരു പോയിന്റ് അല്ല, കെ എന്ന് പറയുന്ന സ്റ്റേജിന് ശേഷമുള്ള എല്ലാ പോയിന്റുകളും സി മൈനസ് എപ്സിലോൺ സി പ്ലസ് എപ്സിലോൺ എന്ന നെയ്ബർഹുഡിന്റെ അകത്താണ് ഉള്ളത്. സോ വിച്ച് മീൻസ് സിയുടെ ഒരു നെയ്ബർഹുഡ് എടുത്തപ്പോൾ ആ നെയ്ബർഹുഡിന്റെ അകത്ത് എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തെ കുറെ പോയിന്റ്സ് ഉണ്ട്. സോ ബൈ ഡെഫിനിഷൻ സി എന്ത് പോയിന്റ് ആണ്? ക്ലസ്റ്റർ പോയിന്റ്. സംശയമുണ്ടെങ്കിൽ ചോദിക്കും. ഇവിടെ എല്ലാ ഏന്നുകളും എക്കകത്തെ പോയിന്റ് ആണ്. സിയുടെ നെയ്ബർഹുഡ് എടുത്തപ്പോൾ ആ നെയ്ബർഹുഡിന്റെ അകത്ത് എക്കകത്തെ പോയിന്റ്സ് ഉണ്ട്, വിച്ച് ബൈ ഡെഫിനിഷൻ മീൻസ് ദാറ്റ് സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ്. ഓക്കെ, സംശയമുണ്ടെങ്കിൽ ചോദിക്കും. ലിമിറ്റ് പോയിന്റോ? സാധാരണ ക്ലസ്റ്റർ പോയിന്റ് തന്നെയാണ് ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. റിയൽ നമ്പേഴ്സിന്റെ കേസിൽ ക്ലസ്റ്റർ പോയിന്റും ലിമിറ്റ് പോയിന്റും സെയിം ആണ്. ഓക്കെ, ഈ ഡെഫിനേഷൻ വെച്ച് തന്നെയാണ് പറഞ്ഞത്. ഈ ഡെഫിനേഷൻ ലിമിറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ്, ഒരു പോയിന്റ് സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് ആകണമെങ്കിൽ ആ സെറ്റിന്റെ അകത്ത് ഒരു സീക്വൻസ് കണ്ടെത്താൻ സാധിക്കണം. ആ സീക്വൻസ് ആ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു പോയിന്റിനെ ക്ലസ്റ്റർ പോയിന്റ് എന്നാണ് വിളിക്കുന്നത് ബൈ ഡെഫിനിഷൻ. സോ ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറയുന്നതും ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നതും റിയൽ നമ്പേഴ്സിന്റെ കേസിൽ സെയിം. ഓക്കെ, ഈ ആർഗ്യുമെന്റ് അത് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് ഐ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഡെഫിനിഷൻ, ലിമിറ്റ്സ്. ഇത്രയും ഭാഗത്തിന്റെ അകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സംശയമില്ലെന്നോ അതോ മനസ്സിലായിട്ടില്ലെന്നോ ആണ്. If you want to ask something, clear ആണ് സർ. ഓക്കേ, അങ്ങനെയാണ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. ലിമിറ്റ്സ്. നിങ്ങൾ എല്ലാവരും കൺസിഡർ ചെയ്തില്ല എന്ന് വിചാരിക്കരുത്.
ഒരാൾ ക്ലിയർ ആണെന്ന് പറയുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് നോബഡി എൽസ് ഹാസ് എനി പ്രോബ്ലംസ്. അതുകൊണ്ടാണ് ഒരാൾ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആർക്കെങ്കിലും അതിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പറയണം. വോയിസ് അൺമ്യൂട്ട് ചെയ്ത് പറയണം, സാർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ. സോ ലിമിറ്റ്സിനെ കുറിച്ച് പോകാം. ലിമിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റ് ആണ്. ഫോർമുലി നൗ വി ഓൺലി ഹാവ് ടു ഡിഫൈൻ. സോ കൺസിഡർ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, സബ്സെറ്റ് ഓഫ് ആർ. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ആറിലേക്കോ ബിയിലേക്കോ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. എയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. എഫ് ഈസ് സെഡ് ടു ഹാവ് a limit L at C എന്ന് പറഞ്ഞ പോയിന്റിൽ at C, where C is a cluster point of X. If for every epsilon greater than 0, there exists a delta greater than 0, such that 0 less than modulus of x minus c less than delta, then modulus of f of x minus L less than epsilon, and x element of ഒന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എ എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ് സി. എഫ് എന്ന ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എൽ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് എങ്ങോട്ട് അടുക്കുമ്പോൾ, സിയിലേക്ക് അടുക്കുമ്പോൾ അതിന്റെ എഫ് ഓഫ് എക്സുകളെല്ലാം എല്ലിലേക്ക് അടുക്കണം. എന്ന് വെച്ചാൽ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാകുമ്പോൾ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ കുറവായിരിക്കും. ഡിസ്റ്റൻസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ എപ്സിലോണും ഡെൽറ്റയും പറയുന്നത്. അതായത് ഞാൻ ഏത് എപ്സിലോൺ എടുത്തെന്ന് പറഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം, such that എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ ആണെങ്കിൽ, അതായത് എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സുകൾ, അതായത് എക്സിന്റെ ഇമേജ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സുകളും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ ചെറുതായിരിക്കണം. അതായത് എക്സ് സിയിലോട്ട് അടുക്കുക എന്ന് വെച്ചാൽ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് അടുക്കുന്നു, എല്ലിലേക്ക് അടുക്കുന്നു. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ ചെറുതായിരിക്കണം. അപ്പൊ എക്സ് സിയിലോട്ട് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിലോട്ട് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ സി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ലിമിറ്റ് ആണ് എൽ എന്ന രീതിയിൽ പറയാം. Is it clear? Or should I explain once more? Okay. ഇത് ഞാൻ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ. അപ്പൊ ലിമിറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം നമുക്ക് പറയാൻ പറ്റുന്ന 2-3 റിമാർക്സ് ഉണ്ട്. ഒന്ന്, ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. ഒരു സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ്സ് എല്ലാം സെറ്റിന്റെ അകത്ത് കാണണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഫസ്റ്റ് റിമാർക്ക് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാത്ത പോയിന്റ്സിലും നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? ലിമിറ്റ് ഡിഫൈൻ ചെയ്യാം. ദാറ്റ്സ് ദ പോയിന്റ്. കാരണം ഇവിടെ നമ്മൾ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. സി എന്നത് ക്ലസ്റ്റർ പോയിന്റ് ആണ്. ക്ലസ്റ്റർ പോയിന്റ് എപ്പോഴും എ എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് കാണണമെന്നില്ല. എ എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്തെ പോയിന്റ്സിൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. സോ ഇവിടെ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ can be defined on points which do not belongs to the domain. അതാണ് ഒന്നാമത്തെ റിമാർക്ക്. ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത പോയിന്റ്സിൽ മാത്രമല്ല, ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാത്ത പോയിന്റ്സിലും നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ?
സാർ അതൊന്നും കൂടെ പറയാമോ? ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തേ. ഇവിടെ എന്ന് പറയുന്ന പോയിന്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ് സി. ഓക്കെ, ക്ലസ്റ്റർ പോയിന്റ് എപ്പോഴും സെറ്റിന്റെ അകത്ത് കാണണമെന്നുണ്ടോ? വേണം, ഇല്ലല്ലോ. നിർബന്ധമില്ലല്ലോ, കാരണം ക്യൂ എന്ന് പറയുന്ന ക്ലസ്റ്റർ പോയിന്റ് ആറാണ് അല്ലേ? അല്ലേ? അപ്പൊ ക്യൂവിന്റെ അകത്ത് എല്ലാ പോയിന്റ്സും ആറിന്റെ അകത്ത് എല്ലാ പോയിന്റ്സും ക്യൂവിന്റെ അകത്തില്ല. സോ ക്ലസ്റ്റർ പോയിന്റ് സെറ്റിന്റെ അകത്ത് കാണണമെന്നില്ല. ഓക്കെ, അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷന് ലിമിറ്റ് പറയുന്നത് അല്ലേ? അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റ് ഏത് ഡൊമൈൻ്റെ അകത്ത് കാണണമെന്നില്ല അല്ലേ? അവിടെയും പക്ഷെ എന്ത് പറയാം, ലിമിറ്റ് പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ്റെ അകത്ത് ഇല്ലാത്ത പോയിന്റ്സിൽ എന്ത് പറയാം, ലിമിറ്റ് പറയാം. അതാ ക്ലസ്റ്റർ ഇല്ലാത്ത സമയത്തല്ല നമ്മൾ ലിമിറ്റിലേക്ക് പോകുന്നേ. അതായത് ആ സി എന്ന് പറഞ്ഞ ക്ലസ്റ്റർ പോയിന്റ് ആയാൽ മതി ലിമിറ്റ് പറയാം. ഓക്കെ, അല്ലാതെ ഏകത്തില്ലാതെ എല്ലാ പോയിന്റ്സും ലിമിറ്റ് പറയാമെന്ന് ഞാൻ പറഞ്ഞില്ല. സി എന്ന് പറഞ്ഞ പോയിന്റ് അതിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആയാൽ അവിടെ എന്ത് പറയാം, ലിമിറ്റ് പറയാം അല്ലേ പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ എപ്സിലോൺ പറഞ്ഞല്ലോ. എപ്സിലോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡെൽറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, എപ്സിലോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ്സ് ദി സെക്കൻഡ് തിങ്. ഇവിടെ എപ്സിലോൺ പറയുമ്പോൾ അല്ലെങ്കിൽ ഡെൽറ്റ പറയുമ്പോൾ ആ ഡെൽറ്റ എന്ന് പറഞ്ഞ സാധനം എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഏത് പോയിന്റിലാണ് ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ഹിയർ ഡെൽറ്റ ഡിപ്പെൻഡ്സ് അപ്പോൺ എപ്സിലോൺ ആസ് വെൽ ആസ് സി. സോ ദ ഐഡിയ ഈസ്, ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഈസ്, നമ്മളിവിടെ നമ്മളൊരു എപ്സിലോൺ എടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഡെൽറ്റ എടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്സിലോൺ കിട്ടി. ഇത് സി ഇസിക്കൽ ടു 1 എന്നുള്ള പോയിന്റ് ആണെന്ന് വെച്ചോ. ഇനി സി ഇസിക്കൽ 2 എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ ഇതേ ഡെൽറ്റ എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സെയിം എപ്സിലോൺ കിട്ടണമെന്നില്ല. ഓക്കെ, എനിക്ക് എപ്സിലോൺ കിട്ടിയാൽ മതി. ആ എപ്സിലോൺ എന്നുള്ളത് ഡെൽറ്റയെ ഡിപ്പെൻഡ് ചെയ്യും, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ദിസ് ഈസ് ദ സെക്കൻഡ് തിങ്. ഓക്കെ, അവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഈ ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഏത് പോയിന്റിലാണോ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ ആണോ? നമ്മൾ സീക്വൻസ് പറഞ്ഞ പോലെ തന്നെ is it clear? സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. സാർ സ്ക്രീൻ ഒന്നുകൂടെ മുകളിലേക്ക് കാണിക്കാമോ? കാണുന്നുണ്ടോ? കാണാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. സർ സി ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒന്നുകൂടെ പറയുമോ? ഏതാ? സി ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഡെൽറ്റ എപ്സിലോണിലോട്ട് കൺവേർജ് ചെയ്യുന്നു പറയുന്നില്ല. ഡെൽറ്റ കൺവേർജ് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഡെൽറ്റ പറഞ്ഞല്ലോ. ഈ ഡെൽറ്റ മാറുന്ന അനുസരിച്ച് എന്ത് മാറും, എപ്സിലോണും മാറും. ഓക്കെ, അപ്പൊ ഡെൽറ്റ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തു, എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്തു. ഈ എപ്സിലോണിനെ മാത്രമല്ല ഈ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഞാൻ ഒരു സെറ്റ് എടുത്തു, അതിനകത്ത് ഒരു എപ്സിലോൺ എടുത്തു. ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ പോയിന്റ്സിലും സെയിം ഡെൽറ്റ തന്നെ കിട്ടണമെന്നില്ല. കിട്ടിയോ? ഓക്കെ, പോയിന്റ് മാറുന്ന അനുസരിച്ച് എന്ത് മാറാം, ഡെൽറ്റയും എന്ത് ചെയ്യാം, മാറാം. ഓക്കെ, അപ്പൊ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ സാധനം എപ്സിലോണിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏത് പോയിന്റിലാണോ ലിമിറ്റ് പറയുന്നത് ആ പോയിന്റിനെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡെൽറ്റ എന്ന് പറയുന്നത് എപ്സിലോണിനെയും പിന്നെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്ന പോയിന്റിനെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഒരു സെറ്റിന്റെ അകത്തെ എല്ലാ പോയിന്റ്സിലും ലിമിറ്റ് പറയുമ്പോൾ ഒറ്റ എപ്സിലോൺ എടുത്താൽ പോരാ. ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഡെൽറ്റ കിട്ടണമെന്നില്ല, മാറി മാറി വരാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. നെക്സ്റ്റ് റിസൾട്ട്, അതായത് നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് യുണീക്ക് ആയിരിക്കണം. ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ഒന്നിലധികം ലിമിറ്റ് ഇല്ല. നമ്മൾ സീക്വൻസ് പറഞ്ഞില്ലേ, സീക്വൻസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും യുണീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. That's it. So that's theorem.
ഓക്കെ, നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് റെസ്റ്റ് വേണോ? ഫസ്റ്റ് റിമാർക്ക് ഒന്ന് make ചെയ്യാമോ സാർ? എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് റിമാർക്ക് ഒന്ന് മുകളിലത്തെ ആദ്യം പറഞ്ഞ റിമാർക്ക് ഇല്ലേ, ഡെൽറ്റ ഡിപ്പെൻഡ്. അത് എഴുതാനൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഇറ്റ്സ് എ ട്രിവിയൽ ഫാക്ട് which is അതായത് ലിമിറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് on points. Limit can be defined on points which may not belongs to the domain of the function. Limit can be defined on points which may not belongs to the domain of the function. Okay. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഇവിടെ പറയുന്നത് എഫ് എന്നുള്ളത് എനിക്ക് ബ്രേക്ക് വേണോ എന്നുള്ളതാണ് ചോദിച്ചത്. Do you want break? നിങ്ങൾ മിണ്ടായിരുന്നാൽ ഒന്നും നടക്കത്തില്ല. മിണ്ടായിരുന്നാൽ ഞാൻ ക്ലാസ് എടുത്തോണ്ട് പോകും. ക്ലാസ് എപ്പോ ഞാൻ 1:15 വരെ എടുക്കും. ഓക്കെ. ഓക്കെ, ഞാൻ പറയുകയാണ്. Shall I proceed? Okay. The result is f എന്നുള്ളത് എയിൽ നിന്ന് ആവിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സി എന്നുള്ളത് എ എന്ന് പറഞ്ഞ സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫിന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരേ ഒരു ലിമിറ്റേ ഉള്ളൂ.
അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും യുണീക്ക് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ എഫ് ഹാസ് എ ലിമിറ്റ് അറ്റ് സി, then it should be unique. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെയാണ്. ഓർമ്മയുണ്ടോ സീക്വൻസിന്റെ ലിമിറ്റ് യുണീക്ക് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്തത് ഓർമ്മയുണ്ടോ? സ്നേഹ എസ്റ്റാസ്, സ്നേഹ 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 യെസ് സർ. സ്നേഹ സീക്വൻസിന്റെ ലിമിറ്റ് യുണീക്ക് ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് ഓർമ്മയുണ്ടോ? ഇല്ല സർ. ഓർമ്മയില്ല. നിങ്ങളത് 2 പ്രാവശ്യം എഴുതണം കേട്ടോ. അദ്ദേഹം അതിന്റെ പ്രൂഫ് കേട്ടോ. എന്നിട്ട് എനിക്ക് പറഞ്ഞു കേൾപ്പിക്കണേ കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ചെയ്തത് നിങ്ങൾ ഓർക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് സിമ്പിൾ ആയിട്ട് ചെയ്തത് ഒന്നിലധികം ലിമിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം എടുത്തു. ഓക്കെ, അതായത് എക്സ് എൻ ടു എൽ എന്നും എൽ ഡാഷ് എന്നും എടുത്തു. എന്നിട്ട് ലാസ്റ്റ് പ്രൂവ് ചെയ്തത് എൽ ഈക്വൽ ടു എൽ ഡാഷ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓർമ്മയുണ്ടോ? ഓക്കെ, ദിസ് വാസ് ദ മെത്തേഡ്. സീക്വൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ലിമിറ്റ് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സീക്വൻസ് 2 പോയിന്റ്സിൽ കൺവേർജ് ചെയ്യുന്നു എന്നെടുത്തു. ആ 2 പോയിന്റ്സ് ലാസ്റ്റിൽ സെയിം ആണെന്നും എടുത്തു. ദിസ് വാസ് ദ ഐഡിയ. അതിനുവേണ്ടി എൽ മൈനസ് എൽ ഡാഷിന്റെ മോഡുലസ് എടുത്താണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നു എഫിന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒന്നിലധികം ലിമിറ്റ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ദ സ്റ്റെപ്പ്. So assume that f has limits capital L and L dash at C. Okay. Assume that f has limit L and L dash at x is equal to C. So which means that for every epsilon greater than 0, there exists a delta 1. So there exists a delta such that modulus of x minus C less than delta ആകുമ്പോൾ modulus of f of x minus L1 should be less than epsilon by 2 and 0 less than modulus of x minus c less than delta ആകുമ്പോൾ modulus of f of x minus L1 അല്ല, so ഇതിനെ L1 എന്ന് L2 എന്ന് വിളിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ. L2 should be less than epsilon by 2. Clear? നമ്മൾ 2 ലിമിറ്റ്സ് ഉണ്ടെന്ന് എടുത്തു. L1 ഉം L2 ഉം C ചേർത്ത്. സോ ബൈ ഡെഫിനിഷൻ മോഡുലസ് ഓഫ് x മൈനസ് c ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് f of x മൈനസ് L1 ലെസ് ദാൻ epsilon by 2 ആയിരിക്കണം. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് f of x മൈനസ് L2 ലെസ് ദാൻ epsilon by 2 ആയിരിക്കണം. ക്ലിയർ? സംശയമുണ്ടോ? പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് രണ്ടും സെയിം ഡെൽറ്റ ആകണമെന്നില്ല. കാരണം L1 L2 ആകുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഡെൽറ്റ എന്നും ഡെൽറ്റ ഡാഷ് എന്നൊക്കെ കൊടുക്കാം. ഡെൽറ്റ ഡാഷ് എന്നും ഡെൽറ്റ ഡബിൾ ഡാഷ് എന്നൊക്കെ കൊടുക്കാം. നമുക്ക് L1 L2 സെയിം ആയിരിക്കണം. അതിനുവേണ്ടി മോഡുലസ് ഓഫ് L1 മൈനസ് L2 എടുക്കും. പുസ്തകത്തിൽ L മൈനസ് L ഡാഷ് ആണ്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ f of x നമ്മൾ അവിടെ a ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ f of x ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് L1 മൈനസ് f of x പ്ലസ് f of x മൈനസ് L2. ഞാൻ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യുന്നു. ദിസ് ഷുഡ് ബി ലെസ് ദാൻ മോഡുലസ് ഓഫ് L1
minus f of x plus modulus of f of x minus L. This should be less than or equal to. Modulus of a minus b minus a same. That is modulus of f of x minus L1 plus modulus of f of x minus L2. This is equal to modulus of f of x minus L1 is less than epsilon by 2. This is less than epsilon by 2. So this is less than epsilon by 2 plus less than epsilon by 2 for all where delta value delta is equal to minimum of delta 1, so delta dash. Okay, this common to satisfy interval. Okay, so which means modulus of L1 minus L2 should be less than epsilon. Epsilon arbitrary ആയതുകൊണ്ട് modulus of L1 minus L2 നെ എത്ര വേണമെങ്കിലും നമുക്ക് എന്താക്കാൻ പറ്റും ചെറുതാക്കാം. That is modulus of L1 minus L2 should be equal to 0, which implies L1 minus L2 equal to 0, which implies L1 is equal to L2. So നമ്മൾ രണ്ട് ലിമിറ്റ് ഉണ്ടെന്ന് എടുത്തു, L1 ഉം L2 ഉം അവസാനം പ്രൂവ് ചെയ്തു, L1 ഉം L2 ഉം സെയിം ആണെന്ന് പ്രൂവ് ചെയ്തു. ക്ലിയർ? സംശയമുണ്ടോ? സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ അങ്ങോട്ട് ചോദിക്കാം. പോയോ? ജ്വാല എങ്ങനെ അത് പ്രൂവ് ചെയ്യുമെന്ന് പറയുമോ? സാർ നമ്മള് സീക്വൻസിന്റെ കേസ് ചെയ്ത പോലെ രണ്ട് ലിമിറ്റ് എടുത്തു. ആ ലിമിറ്റ് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ എഴുതി. അന്നേരം modulus of f of x minus L1 less than epsilon by 2 എന്നും കിട്ടി. 0 less than modulus of x minus c less than delta double dash ആവുമ്പോൾ modulus of f of x minus L2 less than epsilon by 2 എന്നും കിട്ടി. ഇനി എന്ത് ചെയ്തു? ഇനി നമ്മൾ മോഡുലസ് ഓഫ് L1 മൈനസ് L2 എടുത്തു. എന്നിട്ട് നമ്മൾ ഒരു ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു അല്ലേ? അപ്പൊ മോഡുലസ് ഓഫ് L1 മൈനസ് L2 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും അല്ലേ? ഫോർ എവരി എപ്സിലോൺ അല്ലേ? സോ വിച്ച് മീൻസ് മോഡുലസ് ഓഫ് L1 മൈനസ് L2 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ എന്ന് വെച്ചാൽ ഒരു റിസൾട്ട് ഉണ്ട്. അത് വെച്ച് മോഡുലസ് ഓഫ് L1 മൈനസ് L2 ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? സോ L1 മൈനസ് L2 ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് ഈസ് L1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? L2. ഓക്കെ, അപ്പൊ രണ്ട് ലിമിറ്റ് ഉണ്ടെന്ന് അടുത്തു, രണ്ട് ലിമിറ്റ് എന്താണെന്ന് കിട്ടി, സെയിം ആണ്. ഓക്കെ, സോ എത്ര ലിമിറ്റേ ഉള്ളൂ? ഒറ്റ ലിമിറ്റേ ഉള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. എന്താന്നറിയോ അങ്ങനെ എടുത്തത്? നമ്മൾ ഡെഫിനിഷൻ അനുസരിച്ച് ഫസ്റ്റ് ഇത് സി മൈനസ് ഡെൽറ്റ ഡാഷ്, ഇത് സി പ്ലസ് ഡെൽറ്റ ഡാഷ്, സി മൈനസ് ഡെൽറ്റ ഡാഷ്. ഈ ഇന്റർവെല്ലാണ് ഫസ്റ്റ് ഇൻഇക്വാലിറ്റി. ഈ ഇൻഇക്വാലിറ്റി ട്രൂ ആകും അല്ലേ? അല്ലേ? രണ്ടാമത്തേത് സി, ഇത് സി പ്ലസ് ഡെൽറ്റ ഡബിൾ ഡാഷ്, ഇത് സി മൈനസ് ഡെൽറ്റ ഡബിൾ ഡാഷ്. ഈ ഇന്റർവെല്ലാണ് രണ്ടാമത്തേത് ട്രൂ ആകുന്നത് അല്ലേ? അല്ലെ? അപ്പൊ ഇനി രണ്ടിനെയും കോമൺ ഇന്റർവെൽസ് മാത്രമേ രണ്ടും ട്രൂ ആകത്തുള്ളൂ അല്ലെ? അപ്പൊ കോമൺ ഇന്റർവെൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം അല്ലെ? ഒന്നുകിൽ ഇതിന്റെ അകത്ത് മറ്റേത് വന്നെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് രണ്ടും ട്രൂ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ ഡാഷ് ഡെൽറ്റ ഡബിൾ ഡാഷ് എന്ന് എടുത്തത്. ഓക്കെ, ഉണ്ടെങ്കിൽ ചോദിക്കും.
സാർ ഇപ്പൊ പറഞ്ഞു, ഒന്നുകൂടെ പറയാമോ? അത് കിട്ടിയില്ലായിരുന്നു. നമ്മള് ഫസ്റ്റ് ഇൻഇക്വാലിറ്റി ഈസ് ട്രൂ, അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് L1 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 whenever x belongs to മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഡാഷ്. അതായത് ഫസ്റ്റ് ഇൻഇക്വാലിറ്റി ട്രൂ ആകണമെന്നുണ്ടെങ്കിൽ എക്സ് എന്നുള്ളത് ഈ സി മൈനസ് ഡെൽറ്റ ഡാഷ് സി പ്ലസ് ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്ന ഈ ഇന്റർവെല്ലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് എന്നുള്ളത് സി മൈനസ് ഡെൽറ്റ ഡബിൾ ഡാഷ് സി പ്ലസ് ഡെൽറ്റ ഡബിൾ ഡാഷ് എന്നുള്ള ഈ ഇന്റർവെല്ലിൽ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, കാരണം ഡെഫിനിഷൻ നമ്മൾ അങ്ങനെ ഡെൽറ്റ ഡെൽറ്റ ഡബിൾ ഡാഷ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഇത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. രണ്ട് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺ ഇന്റർവെൽസിൽ രണ്ട് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? എന്ത് സംഭവിക്കണം? കോമൺ ഇന്റർവെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? മിനിമം എടുക്കണം. കാരണം ഇപ്പൊ ഇതാണ് സി, ഇതാണ് സി പ്ലസ് ഡെൽറ്റ ഡാഷ്, ഇത് സി മൈനസ് ഡെൽറ്റ ഡാഷ്, ഇതാണ് സി മൈനസ് ഡെൽറ്റ ഡബിൾ ഡാഷ്, ഇതാണ് സി പ്ലസ് ഡെൽറ്റ ഡബിൾ ഡാഷ് എന്ന് വെച്ചു. ഈ ഇന്റർവെല്ലിൽ ഫസ്റ്റ് ഇൻഇക്വാലിറ്റി സെക്കൻഡ് ഇൻഇക്വാലിറ്റി ട്രൂ ആകത്തുള്ളൂ, ഫസ്റ്റ് ഇൻഇക്വാലിറ്റി ട്രൂ അല്ല, അല്ലേ? ഓക്കെ അല്ലേ? വലിയ ഇന്റർവെല്ലിനകത്ത് ഒരെണ്ണം മാത്രമേ ട്രൂ ഉള്ളൂ, രണ്ടാമത്തെ ട്രൂ അല്ല. രണ്ടും ട്രൂ ആകുന്നത് കോമൺ ഇന്റർവെല്ലിലാണ്, അല്ലേ? കോമൺ ഇന്റർവെൽ എടുക്കണമെങ്കിൽ രണ്ടിന്റെയും ഡിസ്റ്റൻസ് കുറവെടുക്കണം. അതാണ് ഡിസ്റ്റൻസ് ഡെൽറ്റ ഡാഷിനെ ഡെൽറ്റ ഡബിൾ ഡാഷിനെ എന്തെടുത്തത്? മിനിമം എടുത്തത്. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് കിട്ടും? കോമൺ ഇന്റർവെൽസ് കിട്ടും രണ്ടിന്റെയും, അല്ലേ? കോമൺ ഇന്റർവെൽസ് രണ്ട് റിസൾട്ടും എന്താണ്? ട്രൂ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ അല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം, കുഴപ്പമില്ല. നെക്സ്റ്റ് പറഞ്ഞോട്ടെ. സാർ, ചോദിച്ചോളൂ. അത് മിനിമം ആണോ മാക്സിമം ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഡെൽറ്റ വരുമ്പോ കാരണം ഡെൽറ്റ അല്ലേ നമുക്ക് ഇന്റർവെല്ല് വലുത്, ഇന്റർവെല്ല് ചെറുതല്ലേ വേണ്ടത്? ചെറിയ ഇന്റർവെൽ അല്ലേ കോമൺ ആയിട്ട് വരുന്നത്? അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് മാക്സിമം എടുത്ത് എന്താ കുഴപ്പം? ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇന്റർവെല്ല് വലുതാവോ ചെറുതാവോ? അല്ലപ്പം ഡെൽറ്റ സാർ, ഡെൽറ്റ വലുതായാല് സിയിൽ നിന്നാണല്ലോ നമ്മൾ രണ്ടും കുറയ്ക്കുന്നേ. അല്ല, നമ്മൾ സിയിൽ നിന്ന് ഡിസ്റ്റൻസ് അല്ലേ കാണുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇത് ഈ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ, അല്ലേ? ഇപ്പൊ ഡെൽറ്റ വലുതാവുമ്പോ എന്ത് സംഭവിക്കും? ഡിസ്റ്റൻസ് കൂടും, അല്ലേ? ഡിസ്റ്റൻസ് കൂടുമ്പോ ഇന്റർവെൽ എന്താകും? വലുതാവും. അപ്പൊ ഇന്റർവെൽ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? മിനിമം എടുത്തത്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. കാരണം എന്താ വെച്ചാൽ ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇതൊന്നും കാണാൻ പഠിച്ച് എഴുതാൻ പ്രയാസമായിരിക്കും. ക്ലിയർ ആണെങ്കിൽ വളരെ ഈ മിനിമം മാക്സിമം കാര്യത്തൊന്നും സംശയമില്ല, ക്ലിയർ ആണെങ്കിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. ഇന്റർവെലിന്റെ കോമൺ എടുത്തില്ലേ സാറ്? അതെ, നമുക്ക് രണ്ട് ഇന്റർവെൽ അല്ലേ ഉള്ളത്, അല്ലേ? ഒരു ഇന്റർവെൽ മറ്റതിനെക്കാട്ടിന് വലുതായിരിക്കണം, അല്ലേ? അല്ലെ ചെറുതായിരിക്കണം. അപ്പൊ ഒരു ഇന്റർവെൽ വലുതായിരിക്കണം. ഓക്കെ, ഈ റിസൾട്ട് ഫസ്റ്റ് റിസൾട്ട്, അതായത് ദിസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് L1 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ട്രൂ ആകുന്നത് ഫസ്റ്റ് ഇന്റർവെല്ലാണ്, അല്ലേ? ഇത് രണ്ടാമത്തെ ട്രൂ ആകുന്ന സെക്കൻഡ് ഇന്റർവെല്ലാണ്, അല്ലേ? നമുക്കിത് രണ്ടും ട്രൂ ആകണമല്ലോ. രണ്ടും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എടുക്കണം, അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ കോമൺ ഇന്റർവെൽസ് മാത്രമേ ട്രൂ ആകത്തുള്ളൂ, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു? ചെറുതെടുത്തു, രണ്ടിന്റെയും കൂടെ ചെറുതെടുത്തു. അതുകൊണ്ടാണ് ഡെൽറ്റ എന്നെടുത്തത് മിനിമം എടുത്തത്. ഓക്കെ, shall I proceed? നിങ്ങൾക്ക് തന്നെയുള്ള എക്സസൈസ് ആണ്.
theorem 4.1.6 I think. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ, അതായത് ലിമിറ്റ് പറഞ്ഞപ്പോൾ നെയ്ബർഹുഡ് വെച്ച് ഞാൻ ഡിഫൈൻ ചെയ്തത് തന്നെയാണ്. പ്ലീസ് റൈറ്റ് ദിസ് ആൻഡ് പ്രൂവ് ഇറ്റ്. ഓക്കെ, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണം, പ്രൂഫ് എഴുതണം, അതിന്റെ പ്രൂഫുമായിട്ട് നാളെ വരുകയും വേണം. ഓക്കെ, സോ പ്ലീസ് ഡു ദാറ്റ് ബൈ ടുമോറോ. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ആസ്ക് മീ. ഞാനിത് വോയിസ് ക്ലിപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ കൃത്യമായിട്ട് തന്നെ ഇട്ടേ, സംശയമുണ്ടെങ്കിൽ. ഓക്കെ, so we are going to discuss some examples. First example, limit x tends to b, so x tends to c, b is equal to b. This is the first example. ഇവിടെ f of x എന്നുള്ളത് b എന്നാണ് എടുക്കുന്നത്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ for all x. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ സി എന്നുള്ള ഒരു ആർബിട്രറി പോയിന്റ് ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ എല്ലാ പോയിന്റിലുമുള്ള ലിമിറ്റ് ആ വാല്യൂ തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെയാണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ എല്ലാ പോയിന്റിലുമുള്ള ലിമിറ്റ് എന്ത് തന്നെയാണ്, ആ വാല്യൂ തന്നെയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അതായത് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ബി തന്നെയാണ്, അല്ലെ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി ഫോർ ഓൾ എക്സ് എന്ന് വെച്ചാൽ എന്ത് ഫംഗ്ഷൻ ആണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അല്ലെ? അപ്പൊ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ സി എന്നുള്ളത് ഏതോ ഒരു പോയിന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഏത് പോയിന്റിലുമുള്ള ലിമിറ്റ് ആ കോൺസ്റ്റന്റ് തന്നെയാണ്. അതായത് ഇപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നൊരു ഫംഗ്ഷൻ എടുത്തു. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ന് വെച്ചാൽ 1 തന്നെ ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1 എന്ന് വെച്ചാൽ എന്ത് തന്നെയായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ പോയിന്റിലുമുള്ള ലിമിറ്റ് ആ കോൺസ്റ്റന്റ് തന്നെയാണ്. ക്ലിയർ? ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ യൂസ് ചെയ്യണം, അല്ലെ? നമ്മളൊരു ഡെൽറ്റ എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എപ്സിലോൺ കിട്ടണം. ദിസ് ഈസ് ദി ഐഡിയ. ഓക്കെ, ചൂസ് എ ഡെൽറ്റ which is greater than 0. So modulus of x minus c less than delta ആണ് എടുത്തത്. ഓക്കെ, ഈ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബിയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എല്ലാ കേസിലും എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് b minus b, which is 0, which is less than epsilon for all epsilon, അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആയപ്പോ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടി? 0, which is less than epsilon. സോ ഞാൻ ഏത് ഡെൽറ്റ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എപ്സിലോൺ is actually, you can choose any positive number. So by definition, you can clearly say that the function has a limit at c and the limit is b. അതല്ലേ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ, ഇവിടെ എല്ലിന് പകരം ബി ആണ്. ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എന്താണ്? ബി എന്നാണ് എന്റെ അർത്ഥം. ഇവിടെ ആ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നു. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. Do you have any doubts? മക്കളെ സംശയമുണ്ടോ? സംശയമുണ്ടോ? നിങ്ങൾ മിണ്ടായിരുന്ന ഒരു പണി നടക്കത്തില്ല. നെറ്റ് പോയോ? സംശയമുണ്ടോ? ലാസ്റ്റ് ഭാഗത്ത് എന്തായിരുന്നു? അതായത് നമ്മള്
നമുക്ക് ആദ്യം നമ്മളൊരു ഡെൽറ്റ ചൂസ് ചെയ്തു അല്ലെ? ആ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എപ്സിലോൺ കിട്ടണം അല്ലെ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് എടുത്തു. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി, ഇവിടെ ലിമിറ്റ് ബി എന്നാണ് തന്നിരിക്കുന്നത്, ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് കിട്ടണം. ഇനി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി, എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എല്ലാ കേസിലും എന്ത് തന്നെയാണ്? ബി തന്നെയല്ലേ? കോൺസ്റ്റന്റ് അല്ലേ? അല്ലേ? അപ്പൊ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? ബി മൈനസ് ബി എന്ന് കിട്ടി അല്ലെ? ബി മൈനസ് ബി എപ്പോഴും എന്താണ്? 0. അത് ഏത് പോസിറ്റീവ് നമ്പറിനെക്കാട്ടിലും ചെറുതാണ് 0 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി വിച്ച് ഈസ് 0 വിച്ച് ഈസ് ലെസ് ദാൻ എനി എപ്സിലോൺ അല്ലെ? അപ്പൊ എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആയപ്പോൾ എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി ലെസ് ദാൻ എനി എപ്സിലോൺ എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എപ്സിലോൺ കിട്ടിയല്ലോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. സോ അതല്ലേ ബൈ ഡെഫിനിഷൻ അങ്ങനെ എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ബി എന്ന് കിട്ടും അല്ലെ? എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്? ബി തന്നെ ആയതുകൊണ്ട് വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നെ കിട്ടും? ബി തന്നെ. ഓക്കെ ഓക്കെ. ഒരു എക്സാമ്പിളോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒറ്റ എക്സാമ്പിളോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് ഈസ് ഈക്വൽ ടു സി ആണ് രണ്ടാമത്തെ എക്സാമ്പിൾ. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, അതായത് എക്സ് സിയിലോട്ട് എടുക്കുമ്പോൾ എക്സ് എന്ന ഫംഗ്ഷനും എങ്ങോട്ട് തന്നെ എടുക്കും? സിയിലോട്ട് എടുക്കും. ഐഡിയ. ഇവിടെ അപ്പൊ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. ഓക്കെ. സോ നമ്മൾ ആദ്യം ഒരു ഡെൽറ്റ ചൂസ് ചെയ്യാം. ചൂസ് എ ഡെൽറ്റ such that modulus of x minus c less than delta. നമുക്ക് ഇനി വേണ്ടത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സി ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ എന്നാണ്. സോ നെക്സ്റ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സി. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്, വിച്ച് ഈസ് ആക്ച്വലി മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി. ഇത് ഓൾറെഡി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു, വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. അപ്പൊ ഇവിടുത്തെ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എന്തായിട്ട് തന്നെ ചൂസ് ചെയ്താൽ മതി? ഡെൽറ്റ ആയിട്ട് തന്നെ ചൂസ് ചെയ്താൽ മതി. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സിയും ലെസ് ദാൻ എന്ത് തന്നെയാണ്? ഡെൽറ്റ തന്നെയാണ്. അല്ലെ? ഇവിടുത്തെ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഡെൽറ്റ തന്നെയാണ്. സോ ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് കൺവേർജസ് ടു സി, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി ആണ്. That is limit x tends to c f of x is equal to c. Ni f of x is equal to x തന്നെയാണല്ലോ. That is limit x tends to c x is equal to എന്താണ്? c. Clear? സംശയമുണ്ടെങ്കിൽ ചോദിക്കും. ഇവിടെ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഡെഫിനിഷൻ പ്രകാരമാണോ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ്? നമുക്ക് വേണ്ട എന്താ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന രീതിയിൽ എപ്സിലോൺ കണ്ടെത്തണം അല്ലേ? അതല്ലേ നമ്മുടെ പ്രശ്നം അല്ലേ? അപ്പൊ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സി എന്ന് എടുത്തു അല്ലേ? ഇനി എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്? എഫ് ഓഫ് എന്താ? എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ് അല്ലേ? ഇപ്പൊ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സി എന്ന് വെച്ചാൽ എന്ത് തന്നെ കിട്ടി? മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി തന്നെ കിട്ടി. ഓക്കെ സാർ, അപ്പൊ ഇവിടെ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് സി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നതല്ലേ? എടുക്കുന്നതാണ്. നമുക്ക് വേണ്ടത് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സിയുടെ വാല്യൂ വളരെ ചെറുതാണോന്നാ വേണ്ടത്? ലെസ് ദാൻ സം എപ്സിലോൺ ആണോ? അങ്ങനെ എപ്സിലോൺ കണ്ടെത്താൻ പറ്റുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചൂസ് ചെയ്യണം മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണ്. Then we have to find an epsilon such that modulus of f of x minus c is less than epsilon. Okay. Modulus of f of x minus c എടുത്തു. ഇവിടെ f of x is equal to എന്ത് തന്നെ? x തന്നെ ആയതുകൊണ്ട് so which is equal to modulus of x minus c തന്നെ കിട്ടി. അത് ഓൾറെഡി ലെസ് ദാൻ ഡെൽറ്റ ആണ് എടുത്തിട്ടുണ്ട്.
അല്ലേ? ആ സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഇസ് ലെസ് ദാൻ ഡെൽറ്റ, അല്ലെങ്കിൽ ഇവിടുത്തെ എപ്സിലോൺ എന്ത് തന്നെയാണ്? ഡെൽറ്റ തന്നെ, ഡെൽറ്റ അല്ലേ? ആ അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സിയും ലെസ് ദാൻ ഡെൽറ്റ ആണ്, അല്ലെങ്കിൽ എപ്സിലോൺ ആണ്. ഓക്കെ, which by definition means that limit x tends to c, f of x is equal to c. ഇവിടെ f of x is equal to എന്ത് തന്നെ? x തന്നെയാണ്. limit x tends to c, x is equal to c എന്ന്. ക്ലിയർ? ക്ലിയർ സർ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. സംശയമുണ്ടോ? ഈ ക്ലാസ് വീഡിയോ നിങ്ങളുടെ റെഫറൻസ് ആയിട്ട് തരുന്നതാണ്. ഐ ആം സ്റ്റോപ്പിംഗ് ദിസ് ലെക്ചർ. ഇതിന്റെ കാര്യം കൂടെ ചോദിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, എന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ 31 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 27 എന്നാൽ എന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ ദ ഫസ്റ്റ് തിങ് ഐ എം ഗോയിങ് ടു സേ ഈസ്, റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു.